ഇന്ന് ലോക ആനദിനം. ഏഷ്യൻ ആഫ്രിക്കൻ ഗജവീരന്മാരുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ഒരു ദിനം. 2011 ആഗസ്റ്റ് 12 മുതലാണ് ലോക ആനദിനം ആചരിക്കാൻ ആരംഭിച്ചത്. കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാക്കളായ പട്രീഷ്യ സിംസ്, കാർസെസ്റ്റ് പിക്ചേഴ്സിന്റെ മൈക്കൽ ക്ലാർക്ക്, തായ്ലൻഡിലെ എലിഫന്റ് റീ ഇൻട്രൊഡക്ഷൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ജനറൽ കെസ് ദർദരാനന്ദ എന്നിവർ ചേർന്നാണ് ആനദിനം ആരംഭിച്ചത്. ഈ ദിനാചരണത്തിൽ 65-ലധികം വന്യജീവി സംഘടനകളുടെയും ആനപ്രേമികളുടെയും വ്യക്തികളുടെയുമൊക്കെ പിന്തുണയുണ്ട്. ആവാസ കേന്ദ്രങ്ങളുടെ നാശവും ആനക്കൊമ്പിനായുള്ള വേട്ടയാടലും മനുഷ്യന്റെ ചൂഷണവും കടന്നുകയറ്റവുമൊക്കെ ആനകളുടെ വംശനാശത്തിന് കാരണമാകുന്നു. ലോകത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും സംസ്കാരവും ആനയെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴും രണ്ട് വലിയ ഭൂഖണ്ഡങ്ങളിലെയും ആനകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ 62% കുറവ് വന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആനക്കൊമ്പ്, മാംസം, ശരീരഭാഗങ്ങൾ എന്നിവയ്ക്കായി ആഫ്രിക്കയിൽ വൻതോതിൽ ആനകളെ കൊല്ലുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ നാട്ടിൽ നാട്ടാനകൾ പലപ്പോഴും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ആവശ്യമായ സംരക്ഷണവും പരിരക്ഷയും പലപ്പോഴും ലഭിക്കുന്നില്ല. വനം വകുപ്പും മറ്റ് സംഘടനകളും ഇവയുടെ സംരക്ഷണത്തിനും മനുഷ്യനിൽ നിന്നുള്ള ഉപദ്രവങ്ങൾക്കും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. വലിപ്പത്തിൽ വമ്പനാണെങ്കിലും ആന മനുഷ്യനുമായി ഇണങ്ങുന്ന ഒരു പാവം ജീവിയാണ്. മനുഷ്യനും ആനയും തമ്മിലുള്ള ബന്ധം, ആനയെ ആരാധിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു സംസ്കൃതി നമുക്കുണ്ട്. ഈ ദിനത്തിൽ നമുക്ക് ഈ സഹീന്റെ മക്കളെ സംരക്ഷിക്കാം, അതിനായി പരിശ്രമിക്കാം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.